ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പിൻ്റെ 17ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കാഴ്ചസമർപ്പണത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത്. കർത്താവിൻ്റെ കുരിശുമരണത്തെ അനുസ്മരിപ്പിക്കാനായിട്ട് നമ്മൾ അപ്പവും വീഞ്ഞും കാസയിലും വിലാസയിലും കുരിശാകൃതിയിൽ ഉയർത്തിപ്പിടിക്കുന്നതിനെക്കുറിച്ച് ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ആ ഉയർത്തിപ്പിടിച്ച കാസയും പിലാസയും തിരുശരീര രക്തങ്ങളോടുകൂടി വൈദികൻ ഇങ്ങനെ താഴേക്ക് ഇറക്കി കൊണ്ടുവന്ന് അത് ഇങ്ങനെ കാസയും പിലാസയായിട്ട് 3 പ്രാവശ്യം മുട്ടിക്കാറുണ്ട്. ഐച്ഛികമാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അത് മുട്ടിക്കുന്നത് പരിശുദ്ധത്വത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കാനാണ്. എന്നിട്ട് അത് ബലിപീഠത്തിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഇന്ന് ധ്യാനിക്കാനുള്ളത്. ശോശപ്പ എന്ന് പറയുന്ന ഒരു തിരുവസ്ത്രമുണ്ട്. വൈദികനിടുന്ന കാപ്പയുടെ വൈദിക വസ്ത്രത്തിൻ്റെ അതിൻ്റെ അതേ തുണി കൊണ്ടുണ്ടാക്കിയ ഒരു ടവല് പോലത്തെ തിരുവസ്ത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ആ തിരുവസ്ത്രം കൊണ്ട് ഈ അൾത്താരയിൽ ബലിപീഠത്തിൽ സമർപ്പിച്ച കാഴ്ചവെപ്പ് കഴിഞ്ഞ് സമർപ്പിച്ച അപ്പവും വീഞ്ഞും കാസയും പിലാസയും ആ തിരുവസ്ത്രം കൊണ്ട് ഇങ്ങനെ മൂടും. ആ മൂടുന്നത് ഈശോയെ കല്ലറയിൽ അടക്കിയതിനെ സൂചിപ്പിക്കുകയാണ്. ഈശോയുടെ മൃതസംസ്കാര ശുശ്രൂഷയാണ് ആ സമയത്ത് അനുസ്മരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല, അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മറയുണ്ടായിരിക്കും. എങ്കിൽ പോലും നമുക്ക് ഇങ്ങനൊരു തിരുക്രമം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആ ചേതനയേറ്റ ശരീരം ഖബറടക്കം ചെയ്യുന്നതിന് അനുസ്മരിക്കുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചേരാത്ത, ദൈവഹിതത്തിന് ചേരാത്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ കാഴ്ചവസ്തുക്കൾ ഇങ്ങനെ ഇറക്കണ സമയത്ത് നമ്മളത് സമർപ്പിക്കണം. ഈശോയുടെ മൃതദേഹം ആ ഖബറടക്കം ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഈശോയ്ക്ക് സ്വീകാര്യമല്ല എല്ലാ കാര്യവും അതിൻ്റെ കൂടെ സമർപ്പിച്ചങ്ങോട്ട് വിട്ടുകളയാനായിട്ട് സമർപ്പിച്ച് ഈശോ വിശുദ്ധീകരിച്ച് തരണമെന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ കൂടെ മൂടാനായിട്ട് പറ്റണം. അപ്പം അങ്ങനെ ആ കാഴ്ചസമർപ്പണത്തോടുകൂടി നമ്മൾക്ക് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എല്ലാം ഒന്ന് ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്ത് കർത്താവ് ഏറ്റെടുത്ത് അതിനെ നീക്കിക്കളയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ഭാഗത്ത് പങ്കുചേരാൻ പറ്റണം. അപ്പോൾ നാളെ തുടങ്ങിയിട്ട് ആ ഒരു സമയത്ത് കുരിശിൽ നിന്ന് ഇറക്കുന്ന ആ സമയത്ത് ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കാം. സന്മനസ്സുള്ളവർക്ക് സമാധാനം.